Good morning. Welcome to DCS 1 Module 1 Lecture 3. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് അബൌട്ട് റെയിൻഫോഴ്സിങ് സ്റ്റീൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് റീഇൻഫോഴ്സിങ് സ്റ്റീൽ. അപ്പോൾ സ്റ്റീലിൻ്റെ ആവശ്യകതകളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. വാട്ട് ഈസ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്? സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആർ സ്റ്റീൽ ബാർസ് that are provided in combination with the plain cement concrete to make it reinforced concrete. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു concrete, the plain concrete is plain cement concrete is weak in tension. In order to make reinforced with tensile strength, we have to provide steel. So it is called reinforced cement concrete. അപ്പോൾ നമ്മളെ കോൺക്രീറ്റ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, ഇറ്റ് ഈസ് വീക്ക് ഇൻ ടെൻഷനാണ്. ടെൻഷനിൽ വളരെ വീക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിന് ടെൻഷനും ഒരു സ്ട്രക്ചറൽ മെമ്പറിൽ കംപ്രസീവ് ഫോഴ്സ് മാത്രമല്ല വരുന്നുണ്ടാവുക, കംപ്രസീവ് സ്ട്രെസ് മാത്രമല്ല ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. ദർ വിൽ ബി ആൾസോ ടെൻസൈൽ സ്ട്രെസ്സും അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ടെൻസൈൽ സ്ട്രെസ്സിനെ കൂടി നമ്മളെ കോൺക്രീറ്റ് എന്ത് ചെയ്യണം? റെസിസ്റ്റ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ പ്ലെയിൻ കോൺക്രീറ്റിൻ്റെ ഇൻസൈഡിൽ വി ആർ പ്രൊവൈഡിങ് സ്റ്റീൽ. ആ സ്റ്റീലിനാണ് ഇത് പറയുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം അത് അതിന് കോൺക്രീറ്റിന് ഒരു ടെൻസൈൽ സ്ട്രെങ്ത്തും കൂടി കൊടുക്കുന്നുണ്ട്. ഹെൻസ് ദിസ് സ്ട്രക്ചേഴ്സ് ഫോം സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്, RCC എന്ന് പറയും. സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് കോമൺലി കോൾഡ് ആസ് റീബാർസ്. സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റിന് സാധാരണ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റീബാർസ്. നീഡ് ഫോർ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്. എന്തുകൊണ്ടാണ് നമുക്ക് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആവശ്യം വരുന്നത്? പ്ലെയിൻ കോൺക്രീറ്റ് ഈസ് വീക്ക് ഇൻ ടെൻഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആൻഡ് സ്ട്രോങ് ഇൻ കംപ്രഷൻ. ടെൻസൈൽ പ്രോപ്പർട്ടി ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ടെൻസൈൽ പ്രോപ്പർട്ടി നമ്മൾ കിട്ടുന്നത് എങ്ങനെയാണ്? ബൈ ഇൻകോർപ്പറേറ്റിംഗ് പ്ലെയിൻ കോൺക്രീറ്റ് വിത്ത് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്. The steel reinforcement is strong in both tension and compression. എന്തുകൊണ്ട് സ്റ്റീൽ എന്നുള്ളതിൻ്റെ ഉത്തരമാണ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ബോത്ത് സ്ട്രോങ് ഇൻ കംപ്രഷൻ ആസ് വെൽ ആസ് ടെൻഷൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ ഉപയോഗിക്കുന്നത്. The tensile property provided by the steel reinforcement will prevent and minimize concrete cracks under tension loads. ടെൻസൈൽ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ക്രാക്സിന് എന്ത് ചെയ്യും? നമ്മളെ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ദ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് കോൺക്രീറ്റ് ആർ സിമിലർ. അതൊരു കാരണമാണ്. നമ്മൾ സ്റ്റീൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്ന് ചോദിച്ചാൽ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ coefficient of steel as well as concrete are similar. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇൻ ദാറ്റ് ദേ അണ്ടർഗോ എക്സ്പാൻഷൻ ഡ്യൂറിങ് ടെമ്പറേച്ചർ ചേഞ്ചസ്. ഒരു ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടായാൽ ഒരേപോലെയാണ് അവർ തെർമൽ എക്സ്പാൻഷൻ എല്ലാം സംഭവിക്കുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻ ഡിഫറൻഷ്യൽ എക്സ്പാൻഷൻസ് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ക്രാക്സ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും.
This property will ensure that concrete is subjected to minimal stress during temperature variation. RCC, because of this property, the RCC is subjected to minimal stress during temperature variation. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. In order to enforce with tensile stress, tensile strength, we are incorporating the steel bars. And second one, the coefficient of thermal expansion of concrete and reinforcement are similar, so that it is subjected to minimal stress during temperature variation. The two main factors that provide strength to concrete structures are steel and concrete. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് കോൺക്രീറ്റിന് സ്ട്രെങ്ത് കൊടുക്കുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് സ്ട്രക്ചറിന് സ്ട്രെങ്ത് കൊടുക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ആണ്. ദ ഡിസൈൻ എഞ്ചിനീയേഴ്സ് വിൽ കമ്പൈൻ ബോത്ത് എലമെൻറ്റ്സ് and design the structural elements such a way that steel resists the induced tensile and shear force while concrete take up the compressive force. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈനേഴ്സ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ they are designed in such a way that concrete take up compressive forces. കോൺക്രീറ്റ് എടുക്കുന്നത് compressive force ആയിരിക്കും, and steel take up the induced tensile and shear forces. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വി ആർ ഡിസൈനിങ് റെയിൻഫോഴ്സ്മെൻറ്റ് ഫോർ ദി ടെൻസൈൽ ആൻഡ് ഷിയർ സ്ട്രെസ്സസ്. ടെൻസൈൽ അത് വെൽ ആസ് ഷിയർ സ്ട്രെസ്സസിന് നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് എന്താണ്? റെയിൻഫോഴ്സ്മെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെസ്സ് റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നത് കോൺക്രീറ്റ് മാസ് ആയിരിക്കും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. നമുക്ക് ഡിസൈനിൽ എപ്പോഴും ആവശ്യമുള്ളതാണ്. ടെൻസൈൽ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നത് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കോൺക്രീറ്റ് മാസ് ആയിരിക്കും എന്ത്? കംപ്രസീവ് സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഏതൊക്കെ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് യൂസ്ഡ് ഇൻ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ ഈസ് മെയിൻലി ഓഫ് 4 ടൈപ്സ്. 4 ടൈപ്സ് ഉപയോഗിക്കുന്നുണ്ട്. ദേ ആർ ഹോട്ട് റോൾഡ് ഡിഫോംഡ് സ്റ്റീൽ ബാർസ്, കോൾഡ് വർക്ക്ഡ് സ്റ്റീൽ ബാർസ്, മൈൽഡ് സ്റ്റീൽ പ്ലെയിൻ ബാർസ്, പ്രീ-സ്ട്രെസ്സിങ് സ്റ്റീൽ ബാർസ്. ഇനി ഓരോന്ന് ഇങ്ങനെ നോക്കാം. ഹോട്ട് റോൾഡ് ഡിഫോംഡ് ബാർസ്. ഹോട്ട് റോൾഡ് ഡിഫോംഡ് ബാർസ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ RCC സ്ട്രക്ചർ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റീൽ ബാറിൻ്റെ ഒരു ടൈപ്പാണ്. ആസ് ദി നെയിം സേസ്, the hot rolling of the reinforcement undergoes leaving certain deformation in its surface in the forms of ribs. അപ്പോൾ ഹോട്ട് റോൾഡ് റീഇൻഫോഴ്സ്ഡ് ബാർസിന് എന്തുണ്ട്? റിബ്സ് ഉണ്ട്. ദിസ് റിബ്സ് ഹെൽപ്സ് ടു ഫോം എ ബോണ്ട് വിത്ത് ദ കോൺക്രീറ്റ്. അപ്പോൾ ഈ റിബ്സ് ബോണ്ടിങ്ങിന് സഹായിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ, കോൾഡ് വർക്ക്ഡ് സ്റ്റീൽ ബാർസ്. കോൾഡ് വർക്ക്ഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ letting hot rolled steel bars to undergo cold working. അതിൽ കോൾഡ് വർക്കിംഗ് കൂടി ചെയ്യുന്നതാണ് എന്ത്? കോൾഡ് വർക്ക്ഡ് സ്റ്റീൽ ബാർസ്. ഹോട്ട് റോൾഡ് സ്റ്റീൽ ബാർസ് കോൾഡ് വർക്കിംഗ് കൂടി ചെയ്യുന്നതാണ് കോൾഡ് വർക്ക്ഡ് സ്റ്റീൽ ബാർസ് എന്ന് പറയുന്നത്. ഇൻ ദി കോൾഡ് വർക്കിംഗ് പ്രോസസ് ദ ബാർ വിൽ അണ്ടർഗോ ട്വിസ്റ്റിംഗ് ആൻഡ് ഡ്രോയിങ്. ട്വിസ്റ്റിംഗ് ആൻഡ് ഡ്രോയിങ് നടക്കുന്നുണ്ട് കോൾഡ് വർക്കിങ്ങിൽ. കോൾഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടാക്കിയിട്ടല്ല ചെയ്തിട്ടുണ്ടാവും, അറ്റ് റൂം ടെമ്പറേച്ചറാണ് ചെയ്യുന്നുണ്ടാവും. ദ പ്രോസസ് ഈസ് പെർഫോംഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. ദ കോൾഡ് വർക്ക്ഡ് സ്റ്റീൽ ബാർസ് ഡു നോട്ട് അണ്ടർഗോ പ്ലാസ്റ്റിക് ഈൽഡ്. പ്ലാസ്റ്റിക് ഈൽഡ് ഉണ്ടാവില്ല. ദസ് ഹാവ് ലെസ് ഡക്റ്റിലിറ്റി. അപ്പോൾ കോൾഡ് വർക്കിംഗ് കൊണ്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡക്റ്റിലിറ്റി കുറയാണ് സംഭവിക്കുക. അപ്പോൾ നിങ്ങളത് ഓർത്ത് വെക്കുക.
കോൾഡ് വർക്കിംഗ് കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡക്റ്റിലിറ്റി എന്താണ്, റെഡ്യൂസ് ചെയ്യുക വെൻ കമ്പയർഡ് വിത്ത് ഹോട്ട് റോൾഡ് ബാർസ്. അപ്പോൾ ഹോട്ട് റോൾഡ് ബാർസിനാണോ കോൾഡ് റോൾഡ് ബാർസിനാണോ ഡക്റ്റിലിറ്റി കൂടുതൽ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മോർ ഫോർ ഹോട്ട് റോൾഡ് ബാർസ്. കോൾഡ് വർക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ ഡക്റ്റിലിറ്റി റെഡ്യൂസ് ചെയ്യുകയാണ്. ഇനി മൈൽഡ് സ്റ്റീൽ പ്ലെയിൻ ബാർസ്. മൈൽഡ് സ്റ്റീൽ പ്ലെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ് ബാർസ് ഡു നോട്ട് ഹാവ് റിബ്സ് ഓൺ ദിയർ സർഫസ്. നേരത്തെ പറഞ്ഞ രണ്ടെണ്ണത്തിന് റിബ്സ് ഉണ്ട്. റിബ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് ബോണ്ടേജ് വിത്ത് കോൺക്രീറ്റ്. ദേ ഹാവ് പ്ലെയിൻ സർഫസ്. ദിസ് ബാർസ് ആർ യൂസ്ഡ് ഫോർ സ്മോൾ പ്രൊജക്ട്സ്. പ്ലെയിൻ ബാർസ് ആണ്, അതുകൊണ്ട് സ്മോൾ പ്രൊജക്ട്സിന് മാത്രം ഉപയോഗിക്കുള്ളൂ. വേർ എക്കണോമി ഈസ് ദ മേജർ കൺസേൺ. കുറഞ്ഞ എക്കണോമി വരുന്ന കേസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മൈൽഡ് സ്റ്റീൽ ബാർസ് ഉപയോഗിക്കുന്നത്. പ്രീ സ്ട്രെസ്സിങ് സ്റ്റീൽ ബാർസ്. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഉള്ളൊരു ടെക്നോളജിയാണ് പ്രീ സ്ട്രെസ്സിങ്. നമ്മൾ ആദ്യം സ്ട്രെസ് ചെയ്തിട്ട് പ്രീ സ്ട്രെസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ സ്ട്രെസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്, എന്നിട്ടാണ് അതിന് ലോഡ് എടുക്കാൻ വിടുന്നത്. ആദ്യം സ്ട്രെസ് ചെയ്തിട്ടാണ് അതിന് ലോഡ് എടുക്കാൻ നമ്മൾ വിടുന്നത്. ദ പ്രീസ്ട്രെസ്സിങ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആർ സ്റ്റീൽ ബാർസ് യൂസ്ഡ് ഇൻ ദി ഫോംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓർ ടെൻഡൻസ്. സ്ട്രാൻഡ്സ് ഓർ ടെൻഡൻസ്, സ്ട്രാൻഡ്സ് ആയിട്ടാണ്, ഒറ്റ ബാർ ആയിരിക്കില്ല, കുറേ സ്ട്രാൻഡ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രീസ്ട്രെസ്സിങ് ബാർസ് ഉപയോഗിക്കുന്നത്. മൾട്ടിപ്പിൾ സ്ട്രാൻഡ്സ് ആർ എംപ്ലോയ്ഡ് ഇൻ കോൺക്രീറ്റ് ഇൻ ഓർഡർ ടു പെർഫോം ദി പ്രീസ്ട്രെസ്സിങ് ആക്ഷൻ. അപ്പോൾ മൾട്ടിപ്പിൾ ബാർസ്, മൾട്ടിപ്പിൾ സ്ട്രാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒറ്റ സ്ട്രാൻഡ് അല്ല, മൾട്ടിപ്പിൾ സ്ട്രാൻഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദ സ്ട്രാൻഡ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൾട്ടിപ്പിൾ വയേഴ്സ്, ഏത് 2 or 3 or 7 വയർ സ്ട്രാൻഡ്സ്. അപ്പോൾ സ്ട്രാൻഡ്സിന് നമ്മൾ 4-5 വയറൊക്കെ, 4-5 അല്ല 2-3 അല്ലെങ്കിൽ 7 വയറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാൻഡ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രീസ്ട്രെസ്സിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, S6 പഠിക്കുന്നുണ്ട്, TCS2 പഠിക്കുന്നുണ്ട്. പ്രീസ്ട്രെസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റിനെ മുന്നേ സ്ട്രെസ് ചെയ്യുന്നുണ്ട്, അത് ലോഡ് വരുന്നതിന് മുന്നേ അതിന് സ്ട്രെസ് ചെയ്യാം. അപ്പോൾ ആദ്യം സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആ സ്ട്രക്ചർ എന്ത് ചെയ്യും, ഈ ലോഡ് വരുമ്പോൾ ജസ്റ്റ് ബാലൻസ് ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് പ്രീസ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. ലോഡ് ബാലൻസ് ചെയ്യുന്നത് ഇത് മുന്നേ സ്ട്രെസ് ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് S6 പഠിക്കുന്നുണ്ട്, TCS2 നിങ്ങളതിനെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഇനി പ്രോപ്പർട്ടീസാണ്. ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി E for steel, it is 2 × 10⁵ Newton/mm² ആണ്. മൈൽഡ് സ്റ്റീൽ ബാർ ഹാവ് yield strength of 250. മൈൽഡ് സ്റ്റീൽ ബാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ yield strength എന്താണ്, ഇറ്റ് ഈസ് 250 Newton/mm². അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണെന്ത്, FE 250. HYSD എന്ന് പറഞ്ഞാൽ ഹൈ yield strength deformed bars. ഒന്ന് ഓർത്ത് വെച്ചോളൂ, HYSD എന്ന് പറഞ്ഞാൽ ഹൈ yield strength deformed bars. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ ഹോട്ട് റോൾഡ് കോൾഡ് റോൾഡ് ഒക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഹൈ yield strength deformed bars ആണ്. മേ ബി ഹോട്ട് റോൾഡ് ഹൈ yield strength deformed bars ഓർ കോൾഡ് റോൾഡ് സ്റ്റീൽ ഹൈ സ്ട്രെങ്ത് deformed bars, രണ്ടും ആവാം. ദ ലേറ്റർ ആർ ആൾസോ നോൺ ആസ്, ലേറ്റർ എന്ന് പറഞ്ഞാൽ കോൾഡ് റോൾഡിന് നമ്മൾ പറയുന്നുണ്ട് കോൾഡ് ട്വിസ്റ്റഡ് ഡിഫോംഡ് ബാർസ് എന്ന് പറയുന്നുണ്ട്, ഓർ ടോർ സ്റ്റീൽ എന്ന് പറയും. ആർ അവൈലബിൾ ഡിഫറെൻറ്റ് ഗ്രേഡ്സ്. അപ്പോൾ അതിൻ്റെ ഗ്രേഡ്സ് ഒന്ന് ഓർത്ത് വെക്കാം. FE 415, 500, FE 550 having 0.2% proof stress as 450 Newton/mm², 500 Newton/mm², 550 Newton/mm². അതിന് പ്രൂഫ് സ്ട്രെസ് ആയിട്ട് വരുന്നത് 450 Newton/mm², 500 Newton/mm² ആൻഡ് 550 Newton/mm². അതുകൊണ്ടാണ് FE 415, FE 500 ആൻഡ് FE 550 എന്നൊക്കെ പറയുന്നത്. പ്രൂഫ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സാധാരണ FE 250ക്ക് ഒരു പ്രത്യേക yield സ്ട്രെസ് ഉണ്ട്, ഡെഫിനിറ്റ് yield സ്ട്രെസ് പോയിൻ്റ് ഉണ്ട്. yield സ്ട്രെസ് ഒക്കെ നിങ്ങൾ MT ലെവൽ പഠിച്ചിട്ടുണ്ട്. ഡെഫിനിറ്റ് yield പോയിൻ്റ് ഉണ്ട്. പക്ഷേ ഹോട്ട് റോൾഡ് അല്ലെങ്കിൽ കോൾഡ് റോൾഡ്
HYSD പാസിന് എന്തില്ല, ദർ ഈസ് നോ ഡെഫിനറ്റ് yield പോയിന്റ്. അതുകൊണ്ട് നമ്മൾ yield പോയിന്റ് എടുക്കുന്നത് ബേസ്ഡ് അപ്പോൺ 0.2% സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, പ്രൂഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. അപ്പോൾ ഈ കർവ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ കർവ് എന്ന് പറഞ്ഞാൽ FE 250ക്കുള്ള കർവാണിത്. FE 250ക്കുള്ള കർവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ FE 250ക്കുള്ളതാണ്. പ്രത്യേകത ഇതിനൊരു ഡെഫിനിറ്റ് yield പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്കതിൻ്റെ yield സ്ട്രെസ് കണ്ടെത്താൻ എളുപ്പമാണ്. ഇനി ഇത് വരുന്നത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൾഡ് വർക്ക് ഡിഫോം HYSD പാസിൻ്റെ ആണ്. ഈ കർവ് വരുന്നത് HYSD ഹൈ yield സ്ട്രെങ്ത് ഡിഫോംഡ് ബാർസ്. ഒന്ന് എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് ആവശ്യം വരുന്നതാണ്. ഹൈ yield സ്ട്രെങ്ത് ഡിഫോംഡ് ബാർസിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഡെഫിനിറ്റ് yield പോയിന്റ്. ഇത് FY 250ൻ്റെ കർവാണ്, FY 450ൻ്റെ കർവാണ്. ഇത് FY 450ൻ്റെ കർവാണ്. അപ്പോൾ ഇതിനൊരു ഡെഫിനിറ്റ് yield പോയിന്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ yield സ്ട്രെസ് എടുക്കുന്നത് ഫോർ 0.2% കറസ്പോണ്ടിങ് ആയിട്ട് 0.2% സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ്. ദാറ്റ് ഈസ് ഇതാണ് 0.2% എന്ന് പറഞ്ഞാൽ 0.002. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് കണ്ടെത്തും. ഇത് 0.002 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ എത്രയെന്ന് വരുന്നത് നോക്കും. ആ വാല്യൂ ആണ് എന്ത്, ഇറ്റ് ഈസ് അതിൻ്റെ yield സ്ട്രെസ്. അപ്പോൾ പ്രൂഫ് സ്ട്രെസ് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഡെഫിനിറ്റ് yield പോയിന്റ് ഇല്ലാത്തതിന് നമ്മൾ പ്രൂഫ് സ്ട്രെസ്സാണ് എടുക്കാറുള്ളത്. ഇനി ക്യാരക്ടറിസ്റ്റിക് yield സ്ട്രെങ്ത് FY എന്ന് പറയാൻ ക്യാരക്ടറിസ്റ്റിക് yield സ്ട്രെങ്ത് എന്ന് പറയുന്നത് FY എന്നാണ്. അപ്പോൾ ആ ഒരു വേർഡ് ഓർത്ത് വെക്കുക. അതൊക്കെ നമ്മൾ ഡിസൈനിൽ ഉപയോഗിക്കുന്നതാണ്. ക്യാരക്ടറിസ്റ്റിക് yield സ്ട്രെസ് എന്ന് പറഞ്ഞ സ്ട്രെങ്ത് ഉപയോഗിക്കുന്നത് ഫോർ സ്റ്റീൽ ഇറ്റ് ഈസ് FY ആണ്. ഫോർ കോൺക്രീറ്റ് ഇറ്റ് ഈസ് FCK ആണ്. സ്റ്റീലിൻ്റെ കേസിൽ FY, കോൺക്രീറ്റിൻ്റെ കേസിൽ FCK. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഫോർ സ്റ്റീൽ ഈസ് അസ്യൂംഡ് ആസ് മിനിമം yield സ്ട്രെസ് ഓർ 0.2% ഓഫ് പ്രൂഫ് സ്ട്രെസ് ഫോർ സ്റ്റീൽസ് ഹാവിംഗ് നോ ഡെഫിനിറ്റ് yield പോയിന്റ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് yield സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ FY എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് yield പോയിന്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മിനിമം yield സ്ട്രെസ് ആണ്. ഡെഫിനിറ്റ് yield പോയിന്റ് ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ 0.2% പ്രൂഫ് സ്ട്രെസ് ആണ്. ദാറ്റ് ഈസ് സ്ട്രെസ് കറസ്പോണ്ടിങ് ടു 0.2% സ്ട്രെയിൻ ആണ് എന്ത് പ്രൂഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഈ ഒരു കാര്യം കൂടി നമ്മൾ ഇന്ന് പറയുന്നുള്ളൂ. ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്ട്രക്ചറൽ ഡിസൈൻ. സ്ട്രക്ചറൽ ഡിസൈനിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ദ ഡിസൈൻ ഓഫ് എ സ്ട്രക്ചർ മസ്റ്റ് സാറ്റിസ്ഫൈ 3 ബേസിക് റിക്വയർമെൻറ്റ്സ്. നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുമ്പം 3 ബേസിക് റിക്വയർമെൻറ്റ്സ് എന്ത് ചെയ്യണം, ഇറ്റ്സ് ഷുഡ് സാറ്റിസ്ഫൈ. അങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, സ്റ്റെബിലിറ്റി. To prevent overturning, sliding or buckling of the structure or parts of it under the action of load. ഒരു ലോഡ് വരുമ്പോൾ
അത് ഓവർടേൺ ചെയ്യാൻ പാടില്ല, സ്ലൈഡ് ചെയ്യാൻ പാടില്ല, ബക്കിൾ ചെയ്യാൻ പാടില്ല. ഇതൊരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മെമ്പർ സൈസസും മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈനർ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ, സ്ട്രെങ്ത്. ടു റെസിസ്റ്റ് സേഫ്ലി ദ സ്ട്രെസ്സസ് ഇൻഡ്യൂസ്ഡ് ബൈ ലോഡ്സ് ഇൻ വേരിയസ് സ്ട്രക്ചറൽ മെമ്പേഴ്സ്. സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് ലോഡ് വരുന്നോ അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാം. അതിൽ സർവീസ് പീരീഡിൽ എന്ത് ലോഡ് വരുന്നോ അതിനെല്ലാം റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള സ്ട്രെങ്ത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഡിസൈനർ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഈസ് സർവീസബിലിറ്റി. ഇറ്റ് ഈസ് ടു എൻഷുർ സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് അണ്ടർ സർവീസ് ലോഡ് കണ്ടീഷൻസ്. ഇപ്പോൾ സർവീസിൽ അതിൻ്റെ ലോഡ് കണ്ടീഷൻസിൽ അതിൻ്റെ സർവീസ് പീരീഡിൽ ഇറ്റ് ഷുഡ് പെർഫോം സാറ്റിസ്ഫാക്ടറിലി, വിച്ച് ഇംപ്ലൈസ് providing adequate stiffness and reinforcement to contain deflection, crack width, vibration with acceptable limits, and also providing impermeability and durability. അപ്പോൾ ഡ്യൂറബിൾ ആയിരിക്കണം, ഇംപെർമിബിൾ ആയിരിക്കണം, കുറേ നല്ല വൈബ്രേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല, ആക്സെപ്റ്റബിൾ ലിമിറ്റിലായിരിക്കണം വൈബ്രേഷനൊക്കെ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ വളരെ ക്രാക്സ് ഒന്നും, അങ്ങനെ വലിയ ക്രാക്സ് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. ഡിഫ്ലക്ഷൻ, സർവീസ് പീരീഡിൽ വലുതായിട്ടൊന്നും ഡിഫ്ലക്റ്റ് ചെയ്യാൻ പാടില്ല, ഒരു ലിമിറ്റഡ് ഡിഫ്ലക്ഷനെ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതെല്ലാം നമ്മൾ ഡിസൈനർ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. സ്റ്റേബിളായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, അതുപോലെ തന്നെ സർവീസിബിൾ ആയിരിക്കണം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീലാണ്. എന്തുകൊണ്ടാണ് സ്റ്റീൽ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റീൽ ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ ആൻഡ് ടെൻഷൻ. അതുപോലെ തന്നെ സ്റ്റീൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് ഫോർ റീഇൻഫോഴ്സിങ് ദി കോൺക്രീറ്റ് വിത്ത് ടെൻസൈൽ സ്ട്രെങ്ത്. പിന്നെ കോൺക്രീറ്റിൻ്റെയും സ്റ്റീലിൻ്റെയും തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് എന്താണ്, ഇറ്റ് ഈസ് ആൾമോസ്റ്റ് സിമിലർ, so that it is not subjected to any stress during temperature variation. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു, സ്റ്റീലിൻ്റെ കുറച്ച് പ്രോപ്പർട്ടി പറഞ്ഞു. യങ് സ്മോൾനെസ് ഓഫ് സ്റ്റീൽ 2 × 10⁵ Nm/mm² എന്ന് പറഞ്ഞിട്ടുണ്ട്. യങ് സ്മോൾനെസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മൈൽഡ് സ്റ്റീൽ എന്താണ്, ഡിഫറെൻറ്റ് സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ ബാർ, HYSD ബാർ. മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ Fe250 ആണ്. HYSD ബാർസ് ഡിഫറെൻറ്റ് സ്ട്രെങ്ത്തിലുണ്ട്. Fe415, Fe550, Fe500. 500 എന്നൊക്കെ പറയുന്നത് എന്താണ്, അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്താണ്. ഈൽഡ് സ്ട്രെങ്ത്ത് 415, Fe415 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്ത് 450 Nm/mm² ആയിരിക്കും ഈൽഡ് സ്ട്രെങ്ത്ത്. അതുപോലെ തന്നെ Fe500 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്ത് എന്തായിരിക്കണം, 500 Nm/mm² ആയിരിക്കണം മിനിമം ഈൽഡ് സ്ട്രെങ്ത്ത്. അപ്പോൾ ആ രീതിയിലാണ്. പിന്നെ അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ കുറിച്ച് പറഞ്ഞു. മൈൽഡ് സ്റ്റീൽ ബാറിന് ഡെഫിനിറ്റ് ഈൽഡ് പോയിൻ്റ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം ഈൽഡ് സ്ട്രെസ്സാണ്. ഇനി HYSD ബാർസിന് എന്തില്ല, ദർ ഇസ് നോ ഡെഫിനിറ്റ് ഈൽഡ് പോയിൻ്റ്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് 0.2% സ്ട്രെയിൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൂഫ് സ്ട്രെസ്സാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്ട്രക്ചറൽ ഡിസൈൻ, എന്തിനാണ് നമ്മൾ സ്ട്രക്ചറൽ ഡിസൈൻ എങ്ങനെയൊക്കെ ചെയ്യണം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അതും പറഞ്ഞു. സ്റ്റേബിൾ ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, സർവീസബിൾ ആയിരിക്കണം. ഇത്ര കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.